ഹലോ, എൻ്റെ പേര് ജഫാഷ്. ഞാൻ അമൽ കോളേജിലെ ബികോം ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻകം ടാക്സ് ലോ എന്ന സബ്ജക്റ്റിലെ പെർക്വിസൈറ്റും അതേപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും മുകളിൽ ഓരോരുത്തരായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ ഞാൻ പറയാം. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പെർക്വിസൈറ്റ് എന്നാൽ പെർക്വിസൈറ്റ് മീൻ എനി ബെനിഫിറ്റ് ഗിവൻ ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയി വെദർ ഇൻ ക്യാഷ് ഓർ കൈൻഡ് ഇറ്റ് റിസീവ്ഡ് അഡീഷൻ ടു ദെയർ റെഗുലർ സാലറി. അതായത് ക്യാഷ് അല്ലാതെ ഫെസിലിറ്റിയും സൗകര്യങ്ങളൊക്കെ എംപ്ലോയിക്ക് കൊടുക്കുന്നതിനാണ് പെർക്വിസൈറ്റ് എന്നത്. അതായത് ക്യാഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് അലവൻസ് എന്ന വേറൊരു ഇതിലേക്ക് മാറും. അപ്പോൾ കൈൻഡായിട്ട് കിട്ടുകയാണെങ്കിൽ പെർക്വിസൈറ്റിക്ക് മാറും. അതാണ് ഇത് പറയുന്നത്. അതായത് ക്യാഷ് ഓർ കൈൻഡ് പറഞ്ഞില്ലേ, ക്യാഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അലോവൻസും കൈൻഡായിട്ട് കിട്ടുകയാണെങ്കിൽ പെർക്വിസൈറ്റിക്ക് മാറും. ഞാൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് 3 ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. പെർക്വിസൈറ്റ് ടാക്സബിൾ ഇൻ ആൾ കേസസ് ഓഫ്, പെർക്വിസൈറ്റ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്, ടാക്സ് ഫ്രീ പെർക്വിസൈറ്റും. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. അതിൽ ആദ്യത്തെ പറയുന്നത് പെർക്വിസൈറ്റ് ടാക്സബിൾ ഇൻ ആൾ കേസസ്. അതിൽ പറയുന്നത് എന്താ, ദ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ദ അസസ്സി ബൈ ഹിസ് എംപ്ലോയർ. അതായത് എംപ്ലോയർ ഫ്രീ ആയിട്ടുള്ള അക്കോമഡേഷന്, അതായത് വീട് വെച്ച് കൊടുക്കുക, അതായത് താമസിക്കാനുള്ള എംപ്ലോയിക്ക് താമസിക്കാനുള്ള വീടൊക്കെ കൊടുക്കുക, ഫ്രീ ആയിട്ട് കൊടുക്കുക. അതിനൊക്കെയാണ് ഒന്നാമത്തെ അതിലൊരു പോയിന്റ് പറയുന്നത്. പിന്നെ പറയുന്നത് എനി സം പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ റെസ്പെക്ട് എനി ഒബ്ലിഗേഷൻ വിച്ച് ബട്ട് ദ സച്ച് പേയ്മെൻറ്റ് വി ഹാവ് ബീൻ പേയബിൾ ഇൻ ബൈ ദ അസസ്സി. അതെന്താ പറയുന്നത്, ഒരു എംപ്ലോയിക്ക് കൊടുക്കേണ്ട എമൗണ്ട്, അതായത് ഇപ്പം ഒരു ഹോട്ടലിൽ കയറിയ ഒരു മാനേജറും ഒരു എംപ്ലോയിയും കയറിയാൽ എംപ്ലോയിൻ്റെ ക്യാഷും കൂടി മാനേജർ കൊടുക്കുക. അതായത് ഒരു എംപ്ലോയിക്ക് കൊടുക്കേണ്ട എമൗണ്ട് കൊടുക്കും, മറ്റവർ കൊടുക്കുന്നത്, അതായത് പറയുന്നത്. അതായത് എംപ്ലോയർ റിലേഷൻഷിപ്പാണ് ഇതുകൊണ്ട് പറയുന്നത്. അതിന് എക്സാമ്പിളാണ്, പിന്നെ അതേപോലത്തെ എക്സാമ്പിളാണ് അടിയിൽ കൊടുക്കുന്നത്. അതായത് പേയ്മെൻറ്റ് ബൈ ദ എംപ്ലോയർ ആൻഡ് ലോൺ ഡ്യൂ ടു ദ ഹിസ് എംപ്ലോയി. പിന്നെ അതേപോലെ പേയ്മെൻറ്റ് ബൈ ദ എംപ്ലോയർ എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് ചിൽഡ്രൻ ഹിസ് എംപ്ലോയി. അതായത് എംപ്ലോയിൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ എംപ്ലോയർ നോക്കുക. പിന്നെ പേയ്മെൻറ്റ് ബൈ ദ എംപ്ലോയർ സാലറി ഫോർ ദ ഡൊമസ്റ്റിക് സെർവൻറ്റ് ഓഫ് എംപ്ലോയി. പിന്നെ ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ദ ഇൻകം ഓഫ് എംപ്ലോയി. അങ്ങനെ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. ഇനി മൂന്നാമത് പറയുന്നത് അതിൽ എനി സം പേയബിൾ ബൈ ദ എംപ്ലോയർ ഓൺ ദ ലൈഫ് ഓഫ് ദ എംപ്ലോയി. അതായത് മൂന്നാമതായി പറയുന്നത് എന്താണ്, എനി സം പേയബിൾ ബൈ ദ എംപ്ലോയർ ഓൺ ദ ലൈഫ് ഓഫ് ദ എംപ്ലോയി. അതായത് എംപ്ലോയിയുടെ ലൈഫിന് വേണ്ടി എംപ്ലോയർ ലൈഫ് ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക. അതാണ് അതിൽ മൂന്നാമത് പറയുന്നത്. അത് പിന്നെ നാലാമത് പറയുന്നത് അതെ, ദ വാല്യൂ ഓഫ് ദ എനി അതർ ഫ്രിഞ്ചസ് ബെനിഫിറ്റ് ബൈ ദ പ്രിസ്ക്രൈബിൾ. അതേപോലത്തെ ഫ്രിഞ്ചസ് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തേക്ക് കൊടുക്കുക. അഞ്ചാമത്തെ പറയുന്നത് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് ബെനിഫിറ്റ് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് എംപ്ലോയീസ്. എംപ്ലോയിയുടെ ഇൻകം ചിലവാക്കുന്ന ബെനിഫിറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് എക്സാമ്പിൾ അതിൻ്റെ അടിയിൽ പറയുന്നത് ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷൻ ലോണ്, പിന്നെ ഹോളിഡേ എൻജോയ്മെൻറ്റ്, ഫ്രീ ഫുഡ് ഗിഫ്റ്റ്, ക്ലബ് എക്സ്പെൻസ്, പിന്നെ യൂസ് ഓഫ് മൂവബിൾ അസറ്റ്, ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അതായത് എംപ്ലോയിനെ ഹെൽപ്പ് ചെയ്യുക. ഇതിലൊക്കെ പറയുന്നത് എന്താ, എംപ്ലോയർ റിലേഷൻഷിപ്പാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണെന്ന് പ്രിക്വിസൈറ്റ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്. അതായത് സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആവുന്ന പെർക്വിസൈറ്റ് ഉണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് എന്താ, എ ഡയറക്റ്റ് എംപ്ലോയി ഓഫ് എ കമ്പനി വെദർ ഫുൾ ടൈം ഓർ പാർട്ട് ടൈം. ഒരു കമ്പനി ഡയറക്ടർ ആണെങ്കിൽ സ്പെസിഫൈഡ് എംപ്ലോയർ ആയിരിക്കും. അതായത് ഒരു കമ്പനിയിൽ ഫുൾ ടൈമോ പാർട്ട് ടൈമോ ഡയറക്ടർ ആണെങ്കിൽ അത് സ്പെസിഫൈഡ് എംപ്ലോയർ ആയിരിക്കും. ഈ രണ്ടാമത്തെ പറയുന്നത് എംപ്ലോയി ഹൂ ബെനിഫിറ്റിക്കൽ ഓണർ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാരിങ് നോട്ട് ലെസ് ദാൻ 20 വോട്ടിംഗ് പവർ. അതായത് ആ കമ്പനിയുടെ ഷെയറിൽ 20 കുറയാത്ത വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ അത് അയാൾ എന്തേക്കാരം പെർക്വിസൈറ്റ് ആയിരിക്കും. മൂന്നാമത്തെ പറയുന്നത് ദ എംപ്ലോയർ അതർ ദാൻ ഇസ് ദ മെയിൻറ്റെയിൻസ് എബോ 15,000. അതായത് ഒരു എംപ്ലോയിയുടെ 50,000 കൂടുതൽ സാലറി ഉണ്ടെങ്കിൽ അയാളും സ്പെസിഫൈഡ് എംപ്ലോയർ ആയിരിക്കും. ഈ പറയുന്ന 3 കണ്ടീഷനുകളും ഫുൾഫില്ലാണെങ്കിൽ ഒരു സ്പെസിഫൈഡ് എംപ്ലോയർ ആയിരിക്കും ഇയാൾ. ഇവർക്ക് മാത്രം ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസൈറ്റ് നോക്കാം.
അതാണ് അതിൻ്റെ അടിയിൽ പറയുന്നത്. ഫെസിലിറ്റി ഓഫ് എ കാറ്, സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡന്, പിന്നെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, എഞ്ചിനീയറിംഗ് ഓഫ് വാട്ടർ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ടു ദ മെമ്പർ ഓഫ് എംപ്ലോയർ ഹൗസ് ഹോൾഡർ, ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി, പിന്നെ ഫർണിച്ചർ, ഫിക്സ്ചർ ആൻഡ് അപ്ലിയൻസ്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് ടാക്സ് ഫ്രീ പ്രെക്വിസൈറ്റ്, അതായത് ടാക്സ് അടക്കേണ്ടാത്ത പ്രെക്വിസൈറ്റുകളുണ്ട്. അതായത് ഒന്ന് കുറേ പറയുന്നുണ്ട്. അതിലൊന്ന് മെഡിക്കൽ ബെനിഫിറ്റ്, പിന്നെ ടീ ഓർ സ്നാക്ക് പ്രൊവൈഡിങ് ഓഫ് ഓഫീസ് ഓഫ് ഫാക്ടറി, അതായത് എംപ്ലോയിക്ക് ടീയും ഇതൊക്കെ കൊടുക്കുക. പിന്നെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡിങ് ഓഫ് സൈറ്റ്, എക്സ്പെൻസ് ഓഫ് ടെലിഫോൺ ഇൻക്ലൂഡിങ് മൊബൈൽ ഫോൺ, പിന്നെ സ്കോളർഷിപ്പ് ഓഫ് എംപ്ലോയി വിത്ത് ദെയർ ചിൽഡ്രൻ പെയ്ഡ് ദ എംപ്ലോയർ, travel expense of official purpose, uniform and other clothing provided in the official use, requisite government employees imposed about. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിനൊന്നും ടാക്സ് കൊടുക്കണ്ട എംപ്ലോയിക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ടോപ്പിക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രെക്വിസൈറ്റും അതേപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.